ഇഷ്ടദേവത എന്നുള്ളത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഹൈന്ദവ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ 4 രീതിയിലുള്ളതായിരിക്കുന്ന യോഗ മാർഗങ്ങളാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വിധിച്ചിട്ടുള്ളത്. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം. ഇതിലെ ഭക്തിയോഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള 3 യോഗങ്ങളും സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യന്മാർക്ക് അനുഷ്ഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ്. എന്നാൽ ഭക്തിയോഗം എന്നുള്ളത് സുഗമവും അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പരമപ്രാധാന്യവുമായി കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഈശ്വര ആരാധനയാണ്. ഹൈന്ദവ സങ്കല്പം അനുസരിച്ചിട്ട് യഥാർത്ഥമായ ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ. അത് നിർഗുണനും നിരാകാരനുമായ പരബ്രഹ്മമാണ്. അനന്തവും അവ്യക്തവുമായ ഈ ബ്രഹ്മത്തിനെ ഉപാസിക്കുവാനോ സാക്ഷാത്കരിക്കുവാനോ സാധാരണക്കാരനായ ഒരു ഭക്തനെ സാധിക്കില്ല.